നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജെസ്സി. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. 1 ഗ്രാമിന് 20 രൂപയും പവന് 160 രൂപയോളം കൂടി 56,000 എന്ന സർവകാല റെക്കോർഡിലേക്കാണ് സ്വർണം കുതിച്ചുയർന്നത്. സ്വർണ്ണവിലയോടൊപ്പം പണിക്കൂലി, GST, HUID ചാർജ് എന്നിവ കൂടി ചേരുന്നതോടെ ഒരു പവൻ സ്വർണ്ണാഭരണത്തിന് ഇനി 63,000-ഓളം രൂപ നൽകേണ്ടി വരും. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ വിളവെടുപ്പ് ഉത്സവം നടത്തി. ആശുപത്രി അങ്കണത്തിൽ ചെയ്ത ജൈവകൃഷിയിൽ വെണ്ട മുതൽ തക്കാളി വരെ വിളവെടുത്തു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യത്തെ ടെലികോം സേവനങ്ങളെ സംരക്ഷിക്കുന്നതിൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പങ്ക്, സൈബർ ക്രൈമിന്റെ ഇരയാകാതിരിക്കാനുള്ള മാർഗങ്ങൾ എന്നിവ സംബന്ധിച്ച് ഉപഭോക്തൃ അവബോധ സെമിനാർ സംഘടിപ്പിച്ചു. സെന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വയനാട് ചൂരൽമല ദുരന്തം പരിഗണിച്ച് ഓണാഘോഷം ഉൾപ്പെടെയുള്ള സർക്കാർ പരിപാടികൾ മാറ്റിവെച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നീട്ടിവെച്ചതെന്നും എന്നാൽ സർക്കാർ തന്നെ ഇടപെട്ട് പൂർവാധികം ഭംഗിയായി വള്ളംകളി സംഘടിപ്പിക്കുകയാണെന്നും 1 കോടി രൂപ ടൂറിസം വകുപ്പ് അനുവദിച്ചതായും മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും അഭികാമ്യമായ കാര്യമാണെന്നും അത്തരത്തിൽ സമൂഹത്തിൽ നിരവധിയായ മാതൃകാ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് മഹിളാ സഹകരണ ചാരിറ്റബിൾ സൊസൈറ്റി എന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. സൊസൈറ്റിയുടെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. 1 ഗ്രാമിന് 20 രൂപയും പവന് 160 രൂപയോളം കൂടി 56,000 എന്ന സർവകാല റെക്കോർഡിലേക്കാണ് സ്വർണം കുതിച്ചുയർന്നത്. സ്വർണ്ണവിലയോടൊപ്പം പണിക്കൂലി, GST, HUID ചാർജ് എന്നിവ ചേരുന്നതോടെ ഒരു പവൻ സ്വർണ്ണാഭരണത്തിന് ഇനി 63,000-ഓളം രൂപ നൽകേണ്ടി വരും. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. ഗ്രാമിന് 20 രൂപയും പവന് 160 രൂപയും വർദ്ധിച്ച് ഒരു പവൻ സ്വർണത്തിന് 56,000 രൂപയാണ് പുതിയ റെക്കോർഡ് വില. ഗ്രാമിന് 20 രൂപ കൂടി 7,000 രൂപയിലെത്തി. മെയ് മാസം രേഖപ്പെടുത്തിയ തുടർച്ചയായ റെക്കോർഡ് വിലയാണ് ചൊവ്വാഴ്ച തിരുത്തിയത്. പവന് 55,120 രൂപയായിരുന്നു മെയ് മാസം ആദ്യവാരം. സെപ്റ്റംബർ മാസത്തിന്റെ തുടക്കത്തിൽ 53,360 രൂപയായിരുന്നു സ്വർണ്ണവില. പടിപടി ഉയർന്ന സ്വർണ്ണവില ചൊവ്വാഴ്ചയോടെ വീണ്ടും 56,000-ലേക്ക് എത്തി. അമേരിക്ക പലിശ നിരക്ക് കുത്തനെ കുറച്ചതോടെ നിത്യേനയെന്നോണം കുതിച്ചുയരുകയാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില. ഇപ്പോൾ പലിശ കുറഞ്ഞ ബാങ്ക് നിക്ഷേപങ്ങൾ അനാകർഷകമായതോടെ സ്വർണം സുരക്ഷിതമെന്ന തോന്നലിൽ നിക്ഷേപകർ വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നതും സ്വർണത്തിന്റെ വില കുത്തനെ കൂടാൻ കാരണമാണ്. സ്വർണ്ണവിലയോടൊപ്പം പണിക്കൂലിയും GSTയും HUID ചാർജ് ഉൾപ്പെടെ 63,000 രൂപയോളം നൽകിയാൽ മാത്രമേ ഉപഭോക്താവിന് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങുവാൻ ഇനി കഴിയൂ. മാത്രമല്ല, ഈ നില തുടർന്നാൽ വരും ദിവസങ്ങളിലും സ്വർണ്ണവില വീണ്ടും ഉയരങ്ങളിലേക്ക് കുതിക്കാൻ സാധ്യതയുണ്ടെന്നും ഈ മേഖലയിലെ വിദഗ്ധരും വ്യാപാരികളും ചൂണ്ടിക്കാണിക്കുന്നു. സ്വർണത്തിന്റെ രാജ്യാന്തര വില, ഡോളർ രൂപ വിനിമയ നിരക്ക്, ഇറക്കുമതി തീരുവ എന്നിവ അടിസ്ഥാനമാക്കിയാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില നിർണ്ണയിക്കപ്പെടുന്നത്. വില കൂടിയാലും കുറഞ്ഞാലും സ്വർണത്തെ സുരക്ഷിത നിക്ഷേപമായാണ് കേരള ജനത എന്നും കാണുന്നത്. നിക്ഷേപ മൂല്യം എന്നതിലുപരി സ്വർണത്തെ ആഭരണങ്ങളായും നാണയങ്ങളായും കൈവശം വയ്ക്കാൻ ആളുകൾ താൽപര്യപ്പെടുന്നു. എന്നാൽ ഉത്സവ വിവാഹ പർച്ചേസുകൾ നടത്താനിരിക്കുന്നവർക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോഴത്തെ വിലക്കയറ്റം. അതോടൊപ്പം സ്വർണത്തിന്റെ വില കുതിപ്പ് തുടരുന്നത് ചെറുകിട സ്വർണ്ണ വ്യാപാരികളെയും സാരമായി ബാധിക്കുന്നുണ്ടെന്നും ഈ മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ വിളവെടുപ്പ് ഉത്സവം നടത്തി. ആശുപത്രി അങ്കണത്തിൽ ചെയ്ത ജൈവകൃഷിയിൽ വെണ്ട മുതൽ തക്കാളി വരെ വിളവെടുത്തു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആശുപത്രി പരിസരത്തെ കാടുപിടിച്ചു കിടന്ന സ്ഥലം ജീവനക്കാരുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്തപ്പോൾ വിളഞ്ഞത് വെണ്ട, തക്കാളി, പച്ചമുളക്, ചീര തുടങ്ങിയ പച്ചക്കറികൾ. ഫാറ്റി ലിവർ പോലുള്ള രോഗങ്ങൾ ധാരാളമായി കണ്ടുവരുന്നതിനാൽ നല്ല ആഹാരശീലങ്ങൾ പിന്തുടരേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കാൻ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായ ജൂലൈ 28-നാണ് ജനറൽ ആശുപത്രി പരിസരത്ത് സൂപ്രണ്ട് ഡോക്ടർ R സന്ധ്യയുടെ നേതൃത്വത്തിൽ ജീവനക്കാർ കൃഷി തുടങ്ങിയത്. സ്വച്ഛത ഹൈ സേവ 2024ന്റെ ഭാഗമായി ആലപ്പുഴ നഗരസഭയുടെ പിന്തുണയോടെ ആശുപത്രി അങ്കണത്തിൽ നടത്തിയ ജൈവകൃഷി നഗരസഭാ അധ്യക്ഷ KK ജയമ്മ വിളവെടുത്ത് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഇത്തരത്തിൽ ഒരു കൃഷി നടുകയും അതിനുശേഷം അതിൻ്റെ വിളവെടുപ്പ് ഏറ്റവും മാന്യമായ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന GHലെ സൂപ്രണ്ട്, RMO, അതോടൊപ്പം തന്നെ DMO, ഏറെ പ്രിയപ്പെട്ട നമ്മുടെ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, ഇവിടെ ഇതിൻ്റെ ഉദ്യോഗസ്ഥരെല്ലാവരും എത്തിയിട്ടുണ്ട്.
ദേവദാസ് എന്ന് പറയുന്ന കഞ്ഞിക്കുഴി കൃഷി ചെയ്യുന്ന അദ്ദേഹമാണ് ഇതിൻ്റെ ലീഡർഷിപ്പ് വഹിച്ചിട്ടുള്ളത്. നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമുന വർഗീസ്, ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ R സന്ധ്യ, ARMO ഡോക്ടർ CP പ്രിയദർശൻ, ലേ സെക്രട്ടറി T സാബു, നഴ്സിംഗ് സൂപ്രണ്ട് ദീപ റാണി, ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് രജിത, PRO ബെന്നി അലോഷ്യസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ പീറ്റർ, HC പ്രിയാലാൽ തുടങ്ങിയവർ വിളവെടുപ്പ് ചടങ്ങിൽ സംബന്ധിച്ചു. രാജ്യത്തെ ടെലികോം സേവനങ്ങളെ സംരക്ഷിക്കുന്നതിൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പങ്ക്, സൈബർ ക്രൈമിന്റെ ഇരയാകാതിരിക്കാനുള്ള മാർഗങ്ങൾ എന്നിവ സംബന്ധിച്ച് ഉപഭോക്തൃ അവബോധ സെമിനാർ സംഘടിപ്പിച്ചു. സെന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. രാജ്യത്തെ ടെലികോം സേവനങ്ങളെ സംരക്ഷിക്കുന്നതിൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പങ്ക്, സൈബർ ക്രൈമിന്റെ ഇരയാകാതിരിക്കാനുള്ള മാർഗങ്ങൾ എന്നിവ സംബന്ധിച്ച് ഉപഭോക്തൃ അവബോധ സെമിനാർ സംഘടിപ്പിച്ചു. പാലക്കാട് ഉപഭോക്തൃ അസോസിയേഷന്റെ സഹകരണത്തോടെ സെന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ആഭിമുഖ്യത്തിലാണ് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത്. കോളേജ് സെക്രട്ടറി ജോസ് തോമസ് സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ V അജിത് പ്രഭു ചടങ്ങിൽ അധ്യക്ഷയായി. NSS പ്രോഗ്രാം ഓഫീസർ പ്രൊഫസർ ജോയിൻ മേരി ജോജോ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. സൈബർ ലോകത്ത് ഉപഭോക്താക്കളെ എങ്ങനെ സ്വയം രക്ഷിക്കാമെന്നത് സംബന്ധിച്ച അറിവ് നൽകുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരം സെമിനാറുകൾ സംഘടിപ്പിക്കുന്നതെന്ന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രതിനിധികൾ അറിയിച്ചു. ഉപഭോക്തൃ അസോസിയേഷൻ മെമ്പർ അഡ്വക്കേറ്റ് PA സുരേന്ദ്രൻ സെമിനാർ നയിച്ചു. ടെലികോം മേഖലയിലെ വിപുലമായ മാറ്റങ്ങൾക്കും ഉപഭോക്തൃ ബോധവൽക്കരണത്തിനുമുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം ക്ലാസ് എടുത്തു. വയനാട് ചൂരൽമല ദുരന്തം പരിഗണിച്ച് ഓണാഘോഷം ഉൾപ്പെടെയുള്ള സർക്കാർ പരിപാടികൾ മാറ്റിവെച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നീട്ടിവെച്ചതെന്നും എന്നാൽ സർക്കാർ തന്നെ ഇടപെട്ട് പൂർവാധികം ഭംഗിയായി വള്ളംകളി സംഘടിപ്പിക്കുകയാണെന്നും 1 കോടി രൂപ ടൂറിസം വകുപ്പ് അനുവദിച്ചതായും മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. വയനാട് ചൂരൽമല ദുരന്തം പരിഗണിച്ച് ഓണാഘോഷം ഉൾപ്പെടെയുള്ള സർക്കാർ പരിപാടികൾ മാറ്റിവെച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നീട്ടിവെച്ചതെന്നും എന്നാൽ സർക്കാർ തന്നെ ഇടപെട്ട് പൂർവാധികം ഭംഗിയായി വള്ളംകളി സംഘടിപ്പിക്കുകയാണെന്നും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇതിനുള്ള എല്ലാ പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കി വരികയാണ്. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നെഹ്റു ട്രോഫി വള്ളംകളി നമുക്കറിയാം, ചൂരൽമല ദുരന്തം കാരണം ഓണാഘോഷം അതുമായി ബന്ധപ്പെട്ട പരിപാടികളൊക്കെ സർക്കാർ ഫണ്ടിങ് പരിപാടികളൊക്കെ മാറ്റിയതിൻ്റെ ഭാഗമായി ഇത്തിരി നീണ്ടുപോയിരുന്നു. സർക്കാർ തന്നെ ഇടപെട്ട് അത് വേഗത്തിൽ നടത്താനുള്ള ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത്. 28-ാം തീയതി നടക്കാൻ പോവുകയാണ്. ഇന്നതിൻ്റെ റിവ്യൂ അവിടെ നടന്നതാണ്. അതിന് ടൂറിസം വകുപ്പ് 1 കോടി രൂപ നൽകാൻ വേണ്ടി തീരുമാനിച്ച വിവരം ഇവിടെ അറിയിച്ചിട്ടുണ്ട്. അതിന് പുറമേ മറ്റെന്തൊക്കെ സഹായമാണോ ചെയ്യാൻ വേണ്ടി പറ്റുക, ആ സഹായവും മറ്റു കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടു. വള്ളംകളി ആലപ്പുഴക്കാരുടെ മാത്രമല്ല ആകെ കേരളത്തിന്റെ വികാരമാണ്. അത് വളരെ ഭംഗിയായി നടത്താൻ ടൂറിസം വകുപ്പ് 1 കോടി രൂപ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഇതിനു പുറമെ ചെയ്യാൻ സാധിക്കുന്ന സഹായങ്ങൾ പരിഗണനയിലാണെന്നും മറ്റു കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കളക്ടറെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി കൂട്ടിച്ചേർത്തു. MLA-മാരായ PP ചിത്തരഞ്ജൻ, H സലാം എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും അഭികാമ്യമായ കാര്യമാണെന്നും അത്തരത്തിൽ സമൂഹത്തിൽ നിരവധിയായ മാതൃകാ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് മഹിളാ സഹകരണ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. സൊസൈറ്റിയുടെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും അഭികാമ്യമായ കാര്യമാണെന്നും അത്തരത്തിൽ സമൂഹത്തിനായി നിരവധിയായ മാതൃകാ പ്രവർത്തനങ്ങളാണ് മഹിളാ സഹകരണ ചാരിറ്റബിൾ സൊസൈറ്റി നടത്തുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. ആലപ്പുഴ മഹിളാ സഹകരണ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 13ാമത് വാർഷികവും വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 13 വർഷക്കാലമായി ആലപ്പുഴയുടെ പൊതു സാംസ്കാരിക മണ്ഡലത്തിൽ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു കൂട്ടായ്മയായിട്ട് വളർന്നു വന്ന ഒരു വനിതാ കൂട്ടായ്മയാണ് മഹിളാ സഹകരണ ചാരിറ്റബിൾ സൊസൈറ്റി. നമ്മുടെ നാട്ടിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് എവിടെയായാലും അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം. അങ്ങനെ ഒരുപാട് നല്ല ഇടപെടലുകൾ ഈ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല പ്രസ്ഥാനമാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്ലാരമയും അതുപോലെ തന്നെ സുവർണകുമാരിയും ഒക്കെ തന്നെ ഗാന്ധി സ്മാരക സേവാ കേന്ദ്രവുമായിട്ട് സജീവമായി പ്രവർത്തിച്ചുകൊണ്ട്
സമൂഹത്തിൽ എങ്ങനെ നല്ല രീതിയിൽ ഇടപെടാൻ പറ്റും, ആളുകൾക്ക് സഹായം എത്തിക്കാൻ പറ്റും, ആളുകളിലേക്ക് ഇങ്ങനെ എത്തിച്ചേരാൻ പറ്റുമെന്നൊക്കെ അറിയുന്നവരും പരിണതപ്രചുരമായിട്ടുള്ള ആളുകൾ. ആലപ്പുഴ YMCA ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സംഘടനയുടെ പ്രസിഡന്റ് സുവർണകുമാരി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് റീഗോ രാജു, MK മോഹനൻ, തിരക്കഥാകൃത്ത് ബാബു താണിക്കുടം, സംഘടനയുടെ മുഖ്യ രക്ഷാധികാരി PA കുഞ്ഞുമോൻ തുടങ്ങിയവർ സംസാരിച്ചു. മഹിളാ സഹകരണ ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി ക്ലാരമ്മ പീറ്റർ ചടങ്ങിന് സ്വാഗതവും ട്രഷറർ ഷൈല ജേക്കബ് നന്ദിയും പറഞ്ഞു. യോഗത്തെ തുടർന്ന് MK മോഹനന്റെ കോടമഞ്ഞും കുളിർക്കാറ്റും നോവലിന്റെ പോസ്റ്റർ പ്രകാശനവും കലാസാഹിത്യകാരന്മാരെ ആദരിക്കലും KC വേണുഗോപാൽ നിർവഹിച്ചു. സമാപന സമ്മേളനം PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. H സലാം MLA മുഖ്യ അതിഥിയായി. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത, സംഗീത സംവിധായകൻ ആലപ്പി ഋഷികേഷ്, PK ബൈജു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സമാപന സമ്മേളനത്തെ തുടർന്ന് മഹിളാ സഹകരണ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഈ വർഷത്തെ മികച്ച കുട്ടി കർഷകർക്കുള്ള പുരസ്കാരം MLA മാരായ PP ചിത്തരഞ്ജൻ, H സലാം എന്നിവരിൽ നിന്നും കുമാരി ഫരീദ ഫിറോസും കുമാരി ഫാദിയ ഫിറോസും ഏറ്റുവാങ്ങി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. 1 ഗ്രാമിന് 20 രൂപയും പവന് 160 രൂപയോളം കൂടി 56,000 എന്ന സർവകാല റെക്കോർഡിലേക്കാണ് സ്വർണം കുതിച്ചുയർന്നത്. സ്വർണ്ണവിലയോടൊപ്പം പണിക്കൂലി, GST, HUID ചാർജ് എന്നിവ കൂടി ചേരുന്നതോടെ 1 പവൻ സ്വർണ്ണാഭരണത്തിന് ഇനി 63,000-ഓളം രൂപ നൽകേണ്ടി വരും. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ വിളവെടുപ്പ് ഉത്സവം നടത്തി. ആശുപത്രി അങ്കണത്തിൽ ചെയ്ത ജൈവ കൃഷിയിൽ വെണ്ട മുതൽ തക്കാളി വരെ വിളവെടുത്തു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യത്തെ ടെലികോം സേവനങ്ങളെ സംരക്ഷിക്കുന്നതിൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പങ്ക്, സൈബർ ക്രൈമിന്റെ ഇരയാകാതിരിക്കാനുള്ള മാർഗങ്ങൾ എന്നിവ സംബന്ധിച്ച് ഉപഭോക്തൃ അവബോധ സെമിനാർ സംഘടിപ്പിച്ചു. സെന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വയനാട് ചൂരൽമല ദുരന്തം പരിഗണിച്ച് ഓണാഘോഷം ഉൾപ്പെടെയുള്ള സർക്കാർ പരിപാടികൾ മാറ്റിവെച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നീട്ടിവെച്ചതെന്നും എന്നാൽ സർക്കാർ തന്നെ ഇടപെട്ട് പൂർവാധികം ഭംഗിയായി വള്ളംകളി സംഘടിപ്പിക്കുകയാണെന്നും 1 കോടി രൂപ ടൂറിസം വകുപ്പ് അനുവദിച്ചതായും മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും അഭികാമ്യമായ കാര്യമാണെന്നും അത്തരത്തിൽ സമൂഹത്തിൽ നിരവധിയായ മാതൃകാ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് മഹിളാ സഹകരണ ചാരിറ്റബിൾ സൊസൈറ്റി എന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. സൊസൈറ്റിയുടെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.